നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ രാധാകൃഷ്ണനും ആദിൽ പാലോടും ചേരുന്നുണ്ട്. ഇപ്പോൾ രണ്ടിടങ്ങളിലും മഹാവികാസ് അഘാഡിയും മഹായുതി സഖ്യവും മഹാരാഷ്ട്രയിൽ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ കാര്യം തൂക്ക് മന്ത്രിസഭ വരാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാധാകൃഷ്ണൻ നമുക്കൊപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് ചേരും. ആദിൽ പാലോട് ജാർഖണ്ഡിന്റെ വിശേഷങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം ഞാൻ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു. രാധാകൃഷ്ണൻ ഇപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മഹായുതിക്ക് അനുകൂലമാണ്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കൂടുന്നു. പക്ഷേ എങ്കിലും ഒരു തൂക്ക് നിയമസഭ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ചെറുകക്ഷികളെ ഒപ്പം കൂട്ടാനുള്ള അവസാന നീക്കത്തിലാണോ മഹായുതിയും NDA സഖ്യവും അതേപോലെ കോൺഗ്രസ് സഖ്യവും? തീർച്ചയായിട്ടും ആണ് ഡോക്ടർ അരുൺകുമാർ. കാരണം ഈ രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചും അവർ വിജയം അവകാശപ്പെടുന്നെങ്കിലും നമ്മളോട് അനൗദ്യോഗികമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ തൂക്ക് സഭയാകുമോ എന്നൊരു ഭീതിയുണ്ട്. തൂക്ക് സഭയായി കഴിഞ്ഞാൽ വലിയ നാടകങ്ങൾ, മഹാരാഷ്ട്രയിൽ സാധാരണഗതി ഉണ്ടാകുന്ന പോലെയുള്ള നാടകങ്ങൾ ആണ് ഇരു വിഭാഗത്തിലെയും പ്രധാന പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ വിധത്തിലുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തുന്നതിന് ഏറ്റവും ആദ്യം തന്നെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ട് മുന്നണികളിലെയും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇടപെടുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെയും BJPയുടെയും NCPയുടെയും ഈ സ്ഥാനാർത്ഥികളോട്, മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളോടെല്ലാം ഈ വോട്ടെണ്ണി കഴിഞ്ഞാൽ ഉടൻ മുംബൈയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളാനായിട്ടുള്ള നിർദ്ദേശം ഈ മൂന്ന് പാർട്ടികളും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാൻ പാകത്തിൽ ഈ തങ്ങളുടെ രാഷ്ട്രീയ നിരയെ അല്ലെങ്കിൽ തങ്ങളുടെ നിരയെ പരുവപ്പെടുത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വിഭാഗങ്ങൾ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ട് വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് BJP വാർത്താക്കുറിപ്പിൽ ഇന്നലെ തന്നെ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിജയം അത് BJPയുടെ സ്വപ്നം മാത്രമാണെന്നാണ് മഹാവികാസ് അഘാഡിയുടെ പ്രതികരണം. അങ്ങനെ വാദപ്രതിവാദങ്ങളും ഇരുപക്ഷവും തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണാൻ ഈ നാളെ ഒരു ദിവസം മാത്രം ശേഷിക്കെ നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചും വിജയം എന്നത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ഈ സംസ്ഥാന നേതൃത്വത്തെ മാത്രമല്ല ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് മഹാരാഷ്ട്രയിലെ വിജയം. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ മുംബൈയിലേക്ക് എത്തും. രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെയും BJPയുടെയും കോൺഗ്രസിന്റെയും മുതിർന്ന ദേശീയ നേതാക്കൾ, ചുമതലയുള്ളവർ മുംബൈയിലേക്ക് എത്തുകയാണ്. ഏത് സാഹചര്യമാണെങ്കിലും അതിനെ രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതിന് നേതൃത്വം നൽകാനാണ് അവർ മുംബൈയിലേക്ക് എത്തിയിരിക്കുന്നത്.